ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതിരോധത്തിലായ നടന്മാരുടെ പട്ടികയിൽ മുകേഷ് ഒന്നാമനാണ്. മുകേഷ് നിലവിൽ നിയമസഭാ സാമാജികനാണ്. നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗമെന്ന രീതിയിൽ അദ്ദേഹത്തിന് തുടരാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് സ്വന്തം പാർട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം തന്നെ CPI കൃത്യമായി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുകേഷിൻ്റെ രാജി തന്നെയാണ്. ഇതിനുവേണ്ടി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് ബിനോയ് വിശ്വം തന്നെ നേരിട്ട് പിണറായി വിജയനോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ CPI അവരുടെ നിലപാട് കടുപ്പിക്കുക തന്നെ ചെയ്യും. നിലവിൽ മുകേഷ് കൊല്ലം MLA ആണ്. കൊല്ലം MLA സ്ഥാനം രാജിവെച്ച് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി തന്നെയാണ് CPIയും കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നത്. CPMൻ്റെ ഔദ്യോഗിക ഘടകവും മുകേഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുകേഷ് ആ MLA സ്ഥാനം തുടരുകയാണെങ്കിൽ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇത്രയേറെ ഗുരുതരം ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും തൽസ്ഥാനത്തു നിന്നും നീങ്ങാനോ അതല്ലെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന ചുമതലകളിൽ നിന്നും അദ്ദേഹം ഒഴിയാനോ തയ്യാറായില്ലെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണെന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പവർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തി, അതിൽ മാത്രമല്ല നിരവധിയായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ സരിത പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുകേഷ് ഏറ്റവും വലിയ അബ്യൂസീവായ ഒരു വ്യക്തിയാണ്. അതായത് ഏത് രീതിയിലും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യങ്ങൾ പലതവണയായി ഉണ്ടായിട്ടുണ്ട് എന്ന സരിതയുടെ ഒരൊറ്റ വാക്ക് മതി ഇദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വ്യക്തികളെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. തൊഴിലാളി വർഗ പ്രസ്ഥാനമായ ഇടതുപക്ഷം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ബൂർഷ്വാസികളെയും ഇങ്ങനെയുള്ള അല്പന്മാരെയും വെച്ചു പൊറുപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ചോദ്യം. കോൺഗ്രസിൻ്റെ ഈ ന്യായമായ ചോദ്യത്തിന് ഉത്തരം പോലും പറയാൻ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നും പറഞ്ഞ് നടക്കുന്ന CPIMന് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പീഡകരെയും ഇത്തരത്തിലുള്ള മോശം സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്നവരെയും സംരക്ഷിക്കലാണോ അവരുടെ നയം എന്നും കോൺഗ്രസ് നേതൃത്വം കൃത്യമായി തന്നെ ചോദിക്കുന്നുമുണ്ട്. കൊല്ലം DCCയും അതുപോലെ തന്നെ KPCCയും ഒക്കെ തന്നെ കൃത്യമായി പ്രതിഷേധ സ്വരം ഘടിപ്പിച്ചിരിക്കുകയാണ്. മുകേഷിനെ പോലൊരു വ്യക്തിയെ ഇനിയും മലയാള സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ചും നടിമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുകേഷിനെതിരെ ലൈംഗിക ആരോപണവും അതുപോലെ നിരവധിയായിട്ടുള്ള ദുരനുഭവം ഉണ്ട് എന്ന് ഉന്നയിക്കുന്നത് ഒന്നോ രണ്ടോ നടിമാരല്ല. ഒരു വ്യക്തിയോട് പറഞ്ഞത്, നീ എന്നാൽ സിനിമാ മേഖലയിൽ ഞാൻ അറിയാതെ കടന്നുകൂടാമെന്ന് വിചാരിക്കുക വേണ്ട, വഴങ്ങിത്തരാത്തിടത്തോളം കാലം ഒന്നും സമ്മതിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞുവത്രേ. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഡയലോഗുകൾ മുകേഷിനെതിരെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ ആഭാസനായവരെയൊക്കെ എങ്ങനെ മലയാള സിനിമയിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന നടിയുടെ ചോദ്യം സ്വാഭാവികമായും ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വാണിംഗ് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലത്തോളം പൂഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ അടയിരുന്നിട്ട് ഇപ്പോഴാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇപ്പോഴും സിനിമാ സംവിധായകനായ രഞ്ജിത്തിനെയും ഇടതുപക്ഷ സ്വഭാവമുള്ളവരെയും ഒക്കെ സംരക്ഷിച്ച് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്.